Hello friends, welcome back to Mariyans Kitchen. Mariyans Kitchen പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെയധികം ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ക്യാരറ്റ് കൊണ്ടുള്ള നല്ലൊരു ജ്യൂസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആകെ കൂടി മൂന്ന് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. ഫസ്റ്റത്തെ തന്നെ ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് പച്ച ക്യാരറ്റ് അല്ല കേട്ടോ, ഇത് ഞാൻ പുഴുങ്ങിയെടുത്തതാണ്. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് കുക്കറിനകത്തിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. പുഴുങ്ങിയെടുത്തിട്ട് ഞാനത് ചൂടാറിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചു. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ക്യാരറ്റിന് ഒരു പച്ചച്ചൊവ ഉണ്ടാവില്ല ക്യാരറ്റ് ജ്യൂസ് അടിക്കും, അത് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പുഴുങ്ങിയിട്ട് വേണം ക്യാരറ്റ് ജ്യൂസ് അടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പരിചയപ്പെടാം. അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. നെസ്ലേൻ്റെ മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര എല്ലാം ചേർത്താൽ മതി. അതൊന്നും ചേർത്തില്ലെങ്കിലും ക്യാരറ്റിന് ഒരു ചെറിയൊരു മധുരം കാണും. ആ ഒരു മധുരം മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇതേപോലെ എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് പാലാണ്. പാൽ ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്, പക്ഷേ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് പാൽ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഒരു ഇച്ചിരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയിൽ നല്ലൊരു ഷേക്കിൻ്റെ ഒരു ടേസ്റ്റിൽ ഈ ഒരു ജ്യൂസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ പാൽ ഒഴിക്കത്തുള്ളൂ. ഇച്ചിരി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാരറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കട്ടിയിൽ കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ എത്ര ആൾക്കാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ക്യാരറ്റും പാലൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു ബ്ലെൻഡറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പുഴുങ്ങിയതായ കാരണം പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് നിങ്ങൾക്ക് നുറുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസുകൾ നുറുക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ ബ്ലെൻഡറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ആയാലും തേനായാലും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ഞാൻ നേരത്തെ പറഞ്ഞോണം ക്യാരറ്റിനനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം പാലും ക്യാരറ്റ് മിൽക്ക് മെയ്ഡ് എല്ലാം തണുത്തതായിരുന്നു. അതുകൊണ്ട് അധികം തണുവ് വേണ്ടാത്ത കാരണം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 1.5 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് മടിയുണ്ടായിരിക്കും. ആ സമയത്ത് ഇതേപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും. എല്ലാവരും ഈ ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം.